എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കൊറിയർ ആണ്. ഇത് നമുക്ക് ഗാന്ധിപുരം കോയമ്പത്തൂർ തമിഴ്നാടിൽ നിന്ന് വന്നിരിക്കുന്ന കൊറിയറാണ്. അപ്പോൾ ഇതിനകത്ത് AC-യുടെ PCB ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് ഇൻഡോർ യൂണിറ്റ് ബോർഡാണ്. ഇത് കമ്പനി എഴുതിയിട്ടില്ല. ഇത് ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡാണ്. ഇതും ഒരു ഇൻഡോർ യൂണിറ്റ് ബോർഡ്, ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പോൾ രണ്ട് AC-യുടെ ബോർഡുകളാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കവറൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കവറും കാര്യങ്ങളൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ട് വരാം. അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ നമുക്കിവിടെ രണ്ട് AC-യുടെ ബോർഡുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ രണ്ടെണ്ണവും ജനറൽ കമ്പനിയുടെ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇത് കാരിയറിൻ്റെ സാധനമാണ്. ഈ കാരിയറിൻ്റെ ഇൻഡോറും ഔട്ട്ഡോറും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ അയച്ചിരിക്കുന്നതിൽ നമുക്കിപ്പോൾ ഈ കാരിയർ നോക്കാൻ പറ്റില്ല. കാര്യം ഇതിൽ P0 എററാണ്. P0 എറർ വന്നിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ PCB അവർ അയച്ചിട്ടില്ല. അപ്പോൾ ഇനി അത് അയച്ചതിന് ശേഷമേ നമുക്ക് ആ എറർ കണ്ടെത്തി അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ബോർഡ് ജനറലിൻ്റെ ബോർഡ് നോക്കാം. അപ്പോൾ ഇതാണ് ഇത് ജനറലിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡ്. വളരെ ചെറിയൊരു ബോർഡാണ്. ഓക്കെ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് E4 കമ്മ്യൂണിക്കേഷൻ ജനറൽ AC എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആ എറർ കംപ്ലൈൻറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ആക്കുന്ന രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ബോർഡ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ തമ്മിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കംപ്രസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച്, പിന്നെ ഇതിനകത്ത് വരുന്ന PG മോട്ടറാണ്. PG മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് LED ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ കണക്ടറും കമ്മ്യൂണിക്കേഷൻ ടെസ്റ്ററും ഞാൻ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒരു LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പോൾ ഞാനെല്ലാം പവർ കൊടുക്കാമെന്നുള്ള രീതിയിലെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്താണ് നമ്മൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 25 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി ഇൻഡോർ മോട്ടർ. ഓക്കെ, ഔട്ട്ഡോറിൽ നമുക്ക് ഇവിടെ പവർ LED കത്തിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമുക്കിവിടെ ഈ ഒരു പേപ്പറിൽ എഴുതി വന്നിരിക്കുന്ന കാര്യം E4 കമ്മ്യൂണിക്കേഷൻ എറർ എന്നാണ്. പക്ഷേ ഈ ഒരു ബോർഡിൽ E4 എന്ന് പറയുന്നത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും E4 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡോറിൽ റൂം ടെമ്പറേച്ചർ സെൻസർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ E4 എന്നുള്ള എറർ വരും. ഇതിൽ കമ്മ്യൂണിക്കേഷൻ എറർ ആണെന്നുണ്ടെങ്കിൽ ഈ ബോർഡിനെ സംബന്ധിച്ച് E6 എറർ വരണം. E6 എറർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കമ്മ്യൂണിക്കേഷൻ എറർ വരത്തുള്ളൂ. അപ്പോൾ E4 എറർ ഈ ബോർഡിലുള്ള കമ്മ്യൂണിക്കേഷൻ എറർ അല്ല. അപ്പോൾ എന്ത് എററാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. ഈ ബോർഡ് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ എറർ കാണിക്കത്തില്ല. ഓക്കെ, നമുക്ക് കണ്ട ഇവിടെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടിട്ടാണ്. എന്ത് എററാണ് നമുക്ക് ഇതിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ ഷോ ആകുന്നതെന്ന് നോക്കാം. അത് ഈ ഒരു ആ എറർ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ E6 എന്നുള്ള ആ ഒരു എറർ കാണിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 മിനിറ്റോളം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു E6 എന്നുള്ള എറർ നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ എററാണ്. അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എറർ എന്ന് പറയുന്നത് E6 ആണ്. അപ്പോൾ നമുക്കിവിടെ കമ്മ്യൂണിക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിൽ 2 ഒപ്റ്റോ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ഒപ്റ്റോ കപ്ലർ ഇവിടെ വന്നിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഇൻഡോറിലും 2 ഒപ്റ്റോ കപ്ലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻഡോറിൽ വരുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒപ്റ്റോ കപ്ലർ. ഇത് രണ്ടെണ്ണം ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കിത് പറഞ്ഞതിന് മുന്നേ ഇത് ഓൾറെഡി ആരോ റിപ്പയർ ചെയ്തതാണ്. കാര്യം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോറിലുള്ളതോ ഔട്ട്ഡോറിലുള്ള ആ ഒരു ഒപ്റ്റോ കപ്ലർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്തിട്ടും ഈ ഒരു പ്രശ്നം മാറാത്തത് കൊണ്ടിട്ടാണ് എനിക്കിത് ഇപ്പോൾ കൊറിയർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോഴും നമ്മുടെ ആ ടെസ്റ്ററിൽ ആ LED കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു ബ്ലിങ്കിങ് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പം വൺ സൈഡ് മാത്രമായിരിക്കാം. ചിലപ്പോൾ ഔട്ട്ഡോറിൽ നിന്ന് ഇൻഡോറിലോട്ടായിരിക്കാം
ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഔട്ട്ഡോറിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഇങ്ങനെ നമുക്കിപ്പോൾ ഈ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ബാക്കി സർക്യൂട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു LED ബ്ലിങ്കിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള ആ പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതങ്ങനെ ആ ഒരു പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഓസിലോസ്കോപ്പിൻ്റെ സഹായം വേണം. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓസിലോസ്കോപ്പ് നമുക്കിവിടെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ഓസിലോസ്കോപ്പാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കോപ്പി ഓസിലോസ്കോപ്പ്. അത് നമ്മുടെ മൊബൈലിൽ കണക്ഷൻ കൊടുത്തിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതിൻ്റെ ഈ ഓസിലോസ്കോപ്പിൻ്റെ ഇതിൻ്റെ ഗ്രൗണ്ടുമായിട്ട് ഈ ഔട്ട്ഡോർ യൂണിറ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഗ്രൗണ്ടുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോബ്. ഈ പ്രോബ് ഞാനിപ്പോൾ ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ ട്രാൻസ്മിഷനിൽ വെക്കുകയാണ്. അവിടുന്ന് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ റോളിംഗ് ആണ് നമ്മുടെ ഇത് റണ്ണിൽ കൊടുക്കണം, എങ്കിൽ മാത്രമേ. ഇപ്പോൾ റണ്ണിങ്ങും ട്രിഗർ റോളിങ്ങിൽ കിടക്കുകയാണ്. ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്, റണ്ണിങ്ങിൽ കിടപ്പുണ്ട് നമ്മുടെ ഓസിലോസ്കോപ്പ്. ഇനി നമുക്കിതിൻ്റെ അതായത് ഔട്ട്ഡോറിൽ നിന്ന് ഇൻഡോറിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിന് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയും ഔട്ട്ഡോർ യൂണിറ്റിൽ. ആ ട്രാൻസ്മിഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓസിലോസ്കോപ്പ് കണക്റ്റായി, നമുക്ക് അതിനകത്തു നിന്നുള്ള ആ ഒരു സിഗ്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ ട്രാൻസ്മിഷൻ, ഇത് ഔട്ട്ഡോർ യൂണിറ്റ് എന്നുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 സെക്കൻഡാണ് കിടക്കുന്നത്, നമുക്കതൊരു 1 മില്ലി സെക്കൻഡ് ആക്കാം. 5 മില്ലി സെക്കൻഡ് പെർ ഡിവിഷനിൽ നോക്കാം കറക്റ്റായിട്ടുള്ള ട്രാൻസ്മിഷനാണ് നടക്കുന്നതെന്ന്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ആ കറക്റ്റ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഔട്ട്ഡോറിൽ നിന്ന് ഇൻഡോറിലോട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ഇനി ഇൻഡോറിൽ നിന്ന് നമ്മുടെ ഔട്ട്ഡോറിലോട്ടുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഔട്ട്ഡോറിൽ റിസീവിംഗ് ആണ്. അപ്പോൾ ഈ ഇൻഡോറിൽ നിന്നുള്ള ഡേറ്റ ഔട്ട്ഡോർ റിസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ റിസീവ് പോർട്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും ഒരു ഡേറ്റയും ഇല്ല, ഫുള്ളപ്പിലാണ് വരുന്നത്. അപ്പോൾ ഔട്ട്ഡോറിൽ നിന്ന് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് E6 ആയതുകൊണ്ടിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോഴും കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന്. അതായത് ഇൻഡോറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്, പക്ഷേ ഔട്ട്ഡോറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇതിനകത്തോട്ട് ഔട്ട്ഡോറിലോട്ട് കിട്ടുന്നില്ല. അവിടെ വെറും വോൾട്ടേജ് മാത്രമേ ഉള്ളൂ, യാതൊരുവിധ ഇല്ല. ആ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ അവിടെയും ഒന്നുമില്ല. ഒപ്റ്റോ കപ്ലറിൽ ചെക്ക് ചെയ്യാം, അവിടെയും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഔട്ട്ഡോറാണ് ചെക്ക് ചെയ്തത്. നമുക്കിനി ഇൻഡോറും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇൻഡോറിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് ഇൻഡോർ PCB ഒന്ന് അതിൻ്റെ പ്രിൻറ്റിങ് സൈഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഡോറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഇതാണ്. ഇതിൽ ട്രാൻസ്മിഷനും റിസീവിങ്ങും നോക്കട്ടെ. ഇത് ട്രാൻസ്മിഷൻ, ഇത് റിസീവിങ്. അപ്പോൾ ഇൻഡോറിലെ ഇതാണ് നമ്മുടെ ഇൻഡോർ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്. ഈ ഒരു ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഇത് റിസീവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻഡോറിനകത്ത് അത് റിസീവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ ഒരു ലൈൻ ഇവിടെ വന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇൻഡോറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഓക്സിലോസ്കോപ്പിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഈ 2 പോയിന്റിൽ കമ്മ്യൂണിക്കേഷൻ പോയിന്റ്സ് വരുന്നത് ഇവിടെയാണ്. ഔട്ട്ഡോറിൽ നിന്ന് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇൻഡോറിനകത്ത് എത്തുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഇൻഡോറിനകത്ത് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇൻഡോറിൽ ചെക്ക് ചെയ്ത അതേ ഒരു വേവ് ഫോം നമുക്കിതിനകത്ത് കിട്ടേണ്ടതാണ്. പക്ഷേ ഇത് നമുക്കില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിലായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നിരിക്കുന്നത്. ഔട്ട്ഡോർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇൻഡോറിനകത്ത് റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് മുഴുവനായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ട എവിടെയാണോ ബ്ലോക്ക് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ഇച്ചിരി ടൈം എടുക്കും, ഇപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. അപ്പം ഞാൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടും മുഴുവനായിട്ടൊന്ന് പരിശോധിച്ച് ഇതിൻ്റെ കമ്പോണൻസ് കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം
അതിനകത്ത് വന്നിരിക്കുന്ന എന്താണ് ഫോൾട്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഫോൾട്ട് എന്താണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലൈന് വരുന്നുണ്ട്. ഔട്ട്ഡോർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലൈന് വന്നു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഈ ഒക്ടോ കപ്ലർ വഴി നമ്മുടെ ഈ ഒരു ബോർഡിൽ ഇവിടെയായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 5 വോൾട്ട് ഇവിടെ നമുക്ക് 5 വോൾട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 വോൾട്ട് പുള്ളപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ട് ആണ് ഈ ഒരു സ്വിച്ചിങ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഡോറിൻ്റെ സിഗ്നൽ റിസീവ് ചെയ്യുന്ന ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ടുണ്ട് ഈ ഒരു 5 വോൾട്ട് പുള്ളപ്പിന് സ്വിച്ച് ചെയ്യാൻ. ആ സ്വിച്ചിങ്ങിലൂടെയാണ് ആ ഫ്രീക്വൻസി നമ്മുടെ ഇതിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ചെയ്യുന്ന ഇവിടുത്തെ ഈ ഒരു ട്രാൻസിസ്റ്റർ ലീക്കേജ് ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ കളക്ടറും എമിറ്ററുമായിട്ട് ചെറിയൊരു ലീക്കേജ് ഉണ്ടായിരുന്നു. ആ ലീക്കേജ് കാരണം നമുക്ക് ഇവിടം വരെ സിഗ്നൽ എത്തുന്നുണ്ട്, പക്ഷേ ആ സിഗ്നൽ നമ്മുടെ ഈ പ്രോസസ്സറിന് എത്തുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ലീക്കേജ് കാരണം ഇവിടെ ഈ കറക്റ്റ് സ്വിച്ചിങ് നടക്കുന്നില്ല. അങ്ങനെ ആ ചെറിയൊരു ലീക്കേജിന് ഞാൻ ഈ ഒരു ട്രാൻസിസ്റ്റർ മാറിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ സ്വിച്ചിങ് നടക്കുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ സ്വിച്ചിങ്ങൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഓക്സിലോസ്കോപ്പ് റണ്ണിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടെസ്റ്റ് പോയിൻ്റ് ഉണ്ടാവും. ഇത് നമ്മുടെ റിസീവ് ചെയ്യണം. അതായത് ഔട്ട്ഡോർ എന്നുള്ള ഇൻഡോർ സിഗ്നൽ നമുക്കിപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെന്ന് നോക്കാം. അതാ ട്രാൻസ്മിഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് പോയിൻ്റാണ് ഞാനിപ്പോൾ ഇവിടുന്ന് അതായത് ഇൻഡോർ ഔട്ട്ഡോറിലോട്ടുള്ള ട്രാൻസ്മിഷൻ അതിൻ്റെ വേവ് ഫോമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഈ ഒരു വേവ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്ഡോറിൽ നിന്ന് ഇൻഡോറിലോട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഔട്ട്ഡോറും ഇൻഡോറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഔട്ട്ഡോർ PCB നേരത്തെ LED സ്റ്റഡി ആയിരുന്നു, ബ്ലിങ്ക് ചെയ്തില്ല. ഇപ്പോൾ അത് ബ്ലിങ്കിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇപ്പോൾ പവർ ഓഫ് കിടക്കുകയാണ്. ഞാനിതൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഓൺ ചെയ്തു. പിന്നെ ഔട്ട്ഡോറിൽ വരുന്നത് ഡ്യുവൽ ഇൻവെർട്ടർ PCB ആണിത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ഡോർ എന്ന് പറയുന്നത് അതിൻ്റെ ഫാൻ മോട്ടർ എന്ന് പറയുന്നത് BLDC ഫാൻ മോട്ടറാണ്. അപ്പോൾ ആ BLDCക്ക് വേണ്ടിയിട്ട് UVW ഞാനിവിടെ ഫാൻ മോട്ടറിന് പകരം ഇത് നമ്മുടെ ടെസ്റ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഇപ്പോൾ നമ്മുടെ കംപ്രസർ എടുത്ത് കറക്റ്റായിട്ട് ഓടുന്നുണ്ട്. ഓക്കെ, കംപ്രസർ എടുത്ത് ഓടുന്നുണ്ട്. ഔട്ട്ഡോർ ഫാനും അതിൻ്റെ കറങ്ങുന്നുണ്ടോ? ഔട്ട്ഡോർ ഫാനിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബോർഡ് ഫുള്ള് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡോറിനകത്ത് സ്വിച്ചിങ് ചെയ്യാനുള്ള ട്രാൻസിസ്റ്ററിൽ ലീക്കേജ് വന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാതെ. അപ്പോൾ ആ ഒരു ട്രാൻസിസ്റ്റർ മാറി കമ്മ്യൂണിക്കേഷൻ കറക്റ്റായി. അപ്പോൾ ഔട്ട്ഡോർ ഫാൻ മോട്ടറും എടുത്തു, കംപ്രസറും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.